അധ്യായം 18 സൂറത്തുൽ കഹ്ഫ്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 110. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. തന്റെ അടിമയ്ക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്ത് അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. ആ ഗ്രന്ഥത്തിൽ യാതൊരു വക്രതയും അവനുണ്ടാക്കിയിട്ടില്ല. ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. ചൊവ്വായ നിലയിൽ അതിനെ അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിൽ നിന്നുള്ള കഠിന ശിക്ഷയെക്കുറിച്ച് നബി സത്യനിഷേധികളെ താക്കീത് ചെയ്യാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് മഹത്തായ പ്രതിഫലമുണ്ടെന്ന സന്തോഷ വാർത്ത അവരെ അറിയിക്കാനും വേണ്ടിയാണ് അവനിത് അവതരിപ്പിച്ചിട്ടുള്ളത്. അവർ ശാശ്വതമായി ആ പ്രതിഫലത്തിലാണ് കഴിഞ്ഞുകൂടുക. അല്ലാഹു സന്താനങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നവരെ പ്രത്യേകം താക്കീത് ചെയ്യുവാനും ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. അവർക്കോ അവരുടെ പിതാക്കൾക്കോ അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ വാക്ക് വളരെയേറെ കടുത്തത് തന്നെ. അവർ പറയുന്നത് കള്ളം മാത്രമാണ്. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. ഈ സന്ദേശത്തിൽ ഖുർആനിൽ അവർ വിശ്വസിക്കാതിരിക്കുന്ന പക്ഷം ദുഃഖിച്ച് അവരുടെ പിന്നാലെ താങ്കൾ ജീവൻ അപകടപ്പെടുത്തിയേക്കാം. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا. തീർച്ചയായും ഭൂമിയിലുള്ളവയെ നാം അതിന് അലങ്കാരമാക്കിയിരിക്കുന്നു. അവരിൽ ആരാണ് കൂടുതൽ നല്ല നടപടിക്കാർ എന്ന് പരീക്ഷിക്കുവാനായി. وَإِنَّا لَجَاعِلُونَ مَا عَلَيْهَا صَعِيدًا جُرُزًا. പിന്നീട് അതിന്മേലുള്ളത് നാം തന്നെ നശിപ്പിച്ച് വെറും തരിശുനിലമാക്കി മാറ്റുന്നതാണ്. أَمْ حَسِبْتَ أَنَّ أَصْحَابَ الْكَهْفِ وَالرَّقِيمِ كَانُوا مِنْ آيَاتِنَا عَجَبًا. അല്ല, ഗുഹയുടെയും റഖീമിന്റെയും ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു അത്ഭുതമായിരുന്നുവെന്ന് താങ്കൾ വിചാരിച്ചുവോ? إِذْ أَوَى الْفِتْيَةُ إِلَى الْكَهْفِ فَقَالُوا رَبَّنَا آتِنَا مِن لَّدُنكَ رَحْمَةً وَهَيِّئْ لَنَا مِنْ أَمْرِنَا رَشَدًا. ആ യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം ഓർക്കുക. അന്നേരം അവർ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കാര്യത്തിൽ സന്മാർഗം സജ്ജമാക്കി തരികയും ചെയ്യണമേ. فَضَرَبْنَا عَلَى آذَانِهِمْ فِي الْكَهْفِ سِنِينَ عَدَدًا. എന്നിട്ട് കുറെ കൊല്ലത്തേക്ക് ആ ഗുഹയിൽ അവരെ നാം ഉറക്കി. ثُمَّ بَعَثْنَاهُمْ لِنَعْلَمَ أَيُّ الْحِزْبَيْنِ أَحْصَىٰ لِمَا لَبِثُوا أَمَدًا. പിന്നീട് അവർ ഗുഹയിൽ താമസിച്ച കാലം ശരിക്ക് കണക്കാക്കുന്നത് രണ്ട് കക്ഷികളിൽ ഏതാണെന്നറിയാനായി നാം അവരെ എഴുന്നേൽപ്പിച്ചു, ഉണർത്തി. نَحْنُ نَقُصُّ عَلَيْكَ نَبَأَهُم بِالْحَقِّ إِنَّهُمْ فِتْيَةٌ آمَنُوا بِرَبِّهِمْ وَزِدْنَاهُمْ هُدًى. അവരുടെ വൃത്താന്തം താങ്കൾക്ക് നാം സത്യസന്ധമായി വിവരിച്ചു തരാം. തീർച്ചയായും അവർ തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ച കുറച്ച് യുവാക്കളാണ്. അവർക്ക് നാം സന്മാർഗ ബോധം വർദ്ധിപ്പിക്കുകയും ചെയ്തു. وَرَبَطْنَا عَلَى قُلُوبِهِمْ إِذْ قَامُوا فَقَالُوا رَبُّنَا رَبُّ السَّمَاوَاتِ وَالْأَرْضِ لَن نَّدْعُوَ مِن دُونِهِ إِلَٰهًا لَن ندعو من دونه
إلها لقد قلنا إذا شططا. അവർ രാജാവിന്റെ മുന്നിൽ നിൽക്കുകയും ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ നാഥനാണ്, അവന് പുറമെ മറ്റൊരിലാഹിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതേയല്ല, അങ്ങനെയായാൽ തീർച്ചയായും ഞങ്ങൾ അക്രമം പറഞ്ഞവരായിത്തീരും എന്നവർ പറയുകയും ചെയ്തപ്പോൾ അവരുടെ ഹൃദയങ്ങളെ നാം സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുകയുമുണ്ടായി. قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. നമ്മുടെ ഈ ജനത അല്ലാഹുവിന് പുറമേ പല ഇലാഹുകളെയും സ്വീകരിച്ചിരിക്കുന്നു. അവയെ ആരാധിക്കാമെന്നതിന് വ്യക്തമായൊരു തെളിവ് എന്താണ് അവർ കൊണ്ടുവരാത്തത്? അല്ലാഹുവിന്റെ പേരിൽ കള്ളം ആരോപിക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് എന്നവർ ചോദിക്കുകയും ചെയ്തു. وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ رَبُّكُمْ مِنْ رَحْمَتِهِ وَيُهَيِّئْ لَكُمْ مِنْ أَمْرِكُمْ مِرْفَقًا. പിന്നീട് അവർ പരസ്പരം പറഞ്ഞു, ഏതായാലും അവരെയും അല്ലാഹുവിന് പുറമെ അവരാരാധിക്കുന്ന വസ്തുക്കളെയും നിങ്ങൾ വിട്ടുപോകുന്ന സ്ഥിതിക്കിനി ആ ഗുഹയിൽ ചെന്ന് അഭയം പ്രാപിക്കുക. നിങ്ങളുടെ റബ്ബ് അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലമാക്കി തരികയും ഈ കാര്യത്തിന് വേണ്ട സൗകര്യം നിങ്ങൾക്കവൻ ശരിപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ്. وَتَرَى الشَّمْسَ إِذَا طَلَعَتْ تَزَاوَرُ عَنْ كَهْفِهِمْ ذَاتَ الْيَمِينِ وَإِذَا غَرَبَتْ تَقْرِضُهُمْ ذَاتَ الشِّمَالِ وَهُمْ فِي فَجْوَةٍ مِّنْهُ ذَلِكَ مِنْ آيَاتِ اللَّهِ مَنْ يَهْدِ اللَّهُ فَهُوَ الْمُهْتَدِ وَمَنْ يُضْلِلْ فَلَنْ تَجِدَ لَهُ وَلِيًّا മുർഷിദാ. സൂര്യൻ ഉദിക്കുമ്പോൾ അവരുടെ ഗുഹ വിട്ട് വലത്തോട്ട് തെറ്റിപ്പോകുന്നതും അസ്തമിക്കുമ്പോൾ അവരെ ഇടത്തോട്ട് മുറിച്ച് കടന്നുപോകുന്നതും താങ്കൾക്ക് കാണാം. അവരാകട്ടെ അതിലെ ഒരു വിശാലമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു ഒരാളെ നേർവഴിയിലാക്കുന്നതായാൽ അവൻ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവൻ. അല്ലാഹു വല്ലവനെയും ദുർമാർഗത്തിലാക്കുന്നുവെങ്കിലോ അവന് നേർവഴി കാണിക്കുന്ന യാതൊരു ബന്ധുവേയും താങ്കൾ കാണുന്നതുമല്ല. وَتَحْسَبُهُمْ أَيْقَاظًا وَهُمْ رُقُودٌ وَنُقَلِّبُهُمْ ذَاتَ الْيَمِينِ وَذَاتَ الشِّمَالِ وَكَلْبُهُمْ بَاسِطٌ ذِرَاعَيْهِ بِالْوَصِيدِ لَوِ اطَّلَعْتَ عَلَيْهِمْ لَوَلَّيْتَ مِنْهُمْ فِرَارًا وَلَمُلِئْتَ مِنْهُمْ رُعْبًا. അവരെ കാണുകയാണെങ്കിൽ ഉണർന്നു കിടക്കുന്നവരാണെന്ന് താങ്കൾ ധരിക്കും. അവരാകട്ടെ ഉറങ്ങുന്നവരാണ് താനും. നാം അവരെ ഇടത്തോട്ടും വലത്തോട്ടും മറിക്കുന്നു. അവരുടെ നായ ഗുഹാമുഖത്തതിന്റെ 2 മുഴങ്കൈകളും നീട്ടിവെച്ചിരിക്കുകയാണ്. താങ്കൾ അവരെ ഒന്നെത്തി നോക്കി കണ്ടിരുന്നെങ്കിൽ പിന്തിരിഞ്ഞോടുന്നതും അവർ നിമിത്തം ഭയനിർഭരനായി തീരുന്നതുമാണ്. وَكَذَلِكَ بَعَثْنَاهُمْ لِيَتَسَاءَلُوا بَيْنَهُمْ قَالَ قَائِلٌ مِّنْهُمْ كَمْ لَبِثْتُمْ قَالُوا لَبِثْنَا يَوْمًا أَوْ بَعْضَ يَوْمٍ قَالُوا رَبُّكُمْ أَعْلَمُ بِمَا لَبِثْتُمْ فَابْعَثُوا أَحَدَكُمْ بِوَرِقِكُمْ هَٰذِهِ إِلَى الْمَدِينَةِ فَلْيَنظُرْ أَيُّهَا أَزْكَىٰ طَعَامًا فَلْيَأْتِكُم بِرِزْقٍ مِّنْهُ وَلْيَتَلَطَّفْ وَلَا يُشْعِرَنَّ بِكُمْ أَحَدًا. അതുപ്രകാരം അവർ അന്യോന്യം ചോദിക്കാൻ തക്കവണ്ണം അവരെ നാം ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. അവരിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എത്ര കാലം ഇവിടെ ഉറങ്ങി കഴിഞ്ഞിരിക്കും? മറ്റുള്ളവർ പറഞ്ഞു, 1 ദിവസമോ 1 ദിവസത്തിന്റെ അല്പം ഭാഗമോ നാം ഉറങ്ങി കഴിഞ്ഞിരിക്കും.
അത് തിട്ടപ്പെടുത്താൻ കഴിയാതെ. അവർ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങി. കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് നിങ്ങളുടെ റബ്ബ് ഏറ്റവും അറിയുന്നവനാണ്. എന്നാൽ നിങ്ങളിൽ ഒരാളെ നിങ്ങളുടെ ഈ വെള്ളിയും കൊണ്ട് പട്ടണത്തിലേക്ക് അയക്കുക. എന്നിട്ട് അവിടെ ഏതു ഭാഗത്താണ് നല്ല ഭക്ഷണമെന്നയാൾ നോക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരം വാങ്ങിക്കൊണ്ടുവരട്ടെ. അയാൾ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നിർവഹിക്കണം. നിങ്ങളെക്കുറിച്ച് ആർക്കുമൊന്നും ഗ്രഹിക്കാൻ വഴിവെക്കാതെയും ഇരിക്കട്ടെ. إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا. നിങ്ങളെ കണ്ടുമുട്ടിയാൽ തീർച്ചയായും അവർ എറിഞ്ഞുകൊല്ലും, അല്ലെങ്കിൽ തങ്ങളുടെ മതത്തിൽ അവർ നിങ്ങളെ നിർബന്ധിച്ചു ചേർക്കും. അങ്ങനെ വന്നാൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല തന്നെ. وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا بنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. അപ്രകാരം തന്നെ അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്നും അന്ത്യദിവസത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നും അവർ ജനങ്ങൾ ഗ്രഹിക്കേണ്ടതിനായി നാം ഗുഹാവാസികളെപ്പറ്റി ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. അവർ തമ്മിൽ ഗുഹാവാസികളുടെ കാര്യത്തിൽ തർക്കിക്കുകയും അങ്ങനെ അവരുടെ പേരിൽ ഒരു കെട്ടിടം നിർമ്മിക്കുക, അവരെപ്പറ്റി അവരുടെ റബ്ബ് ഏറ്റവും അറിയുന്നവനാണ് എന്നൊരു കൂട്ടർ പറയുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. എന്നാൽ തങ്ങളുടെ കാര്യത്തിൽ വിജയം നേടിയവർ പറഞ്ഞു, നമുക്ക് അവരുടെ അടുത്തൊരു പള്ളി തന്നെ ഉണ്ടാക്കണം. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا. ഗുഹാവാസികൾ 3 പേരാണ്, 4-മത്തേത് അവരുടെ നായയും എന്ന് ചിലർ പറയുന്നു. അവർ 5 പേരാണെന്നും 6-മത്തേത് അവരുടെ നായയാണെന്നും മറ്റും ചിലരും പറയുന്നു. അദൃശ്യകാര്യങ്ങളിൽ ഊഹിച്ചു പറയുകയാണവർ ചെയ്യുന്നത്. അവർ 7 പേരാണ്, 8-മത്തേത് അവരുടെ നായയാണെന്ന് വേറെ ചിലർ പ്രസ്താവിക്കുന്നു. താങ്കൾ പ്രഖ്യാപിക്കുക, എന്റെ റബ്ബിന് അവരുടെ എണ്ണത്തെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവനാണ്. അല്പം ചിലരല്ലാതെ അവരെക്കുറിച്ച് അറിയുന്നതല്ല. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ സ്പഷ്ടമായ ഒരു തർക്കമല്ലാതെ താങ്കൾ തർക്കിക്കരുത്. അവരെക്കുറിച്ച് ജനങ്ങളിൽ ആരോടും താങ്കൾ ഒരു തീരുമാനം ആവശ്യപ്പെടുകയുമരുത്. ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى أن يهديني ربي لأقرب من هذا رشدا. യാതൊരു കാര്യത്തെപ്പറ്റിയും നാളെ ഞാനത് ചെയ്യും എന്ന് അള്ളാഹു ഉദ്ദേശെങ്കിൽ എന്ന് കൂട്ടിച്ചേർത്താലല്ലാതെ താങ്കൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. മറന്നുപോയാൽ ഓർമ്മ വരുന്ന സമയം താങ്കളുടെ റബ്ബിനെ പറയുക. ഇതിനെ ഗുഹാവാസികളുടെ കഥയേക്കാൾ മാർഗദർശനത്തിന് കൂടുതൽ സമീപസ്ഥമായ പാതയിലേക്ക് റബ്ബ് എനിക്ക് വഴി കാണിച്ചെന്നും വരാം എന്നും താങ്കൾ പറയുക. وَلَبِثُوا فِي كَهْفِهِمْ 300 سِنِينَ وَازْدَادُوا 9. അവർ തങ്ങളുടെ ഗുഹയിൽ 300 കൊല്ലം താമസിച്ചു, 9 കൊല്ലം അവർ കൂടുതലും എടുത്തു. قُلِ اللَّهُ أَعْلَمُ بِمَا لَبِثُوا لَهُ غَيْبُ السَّمَاوَاتِ وَالْأَرْضِ أَبْصِرْ بِهِ وَأَسْمِعْ مَا لَهُم مِّن دُونِهِ مِن وَلِيٍّ وَلَا يُشْرِكُ فِي حُكْمِهِ أَحَدًا.
താങ്കൾ പറയുക, അവർ താമസിച്ച കാലത്തെപ്പറ്റി അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. ആകാശഭൂമികളിലെ അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അവൻ എത്ര നന്നായി കാണുന്നവൻ, എത്ര നന്നായി കേൾക്കുന്നവൻ. അവനല്ലാതെ അവർക്ക്, ജനങ്ങൾക്ക്, ഒരു രക്ഷകനുമില്ല തന്നെ. തന്റെ വിധിയിൽ അവൻ ആരെയും പങ്കുചേർക്കുകയില്ല. وَاتْلُ مَا أُوحِيَ إِلَيْكَ مِنْ كِتَابِ رَبِّكَ لَا مُبَدِّلَ لِكَلِمَاتِهِ وَلَنْ تَجِدَ مِنْ دُونِهِ مُلْتَحَدًا. താങ്കൾക്ക് റബ്ബിൽ നിന്നും ബോധനം നൽകപ്പെട്ടിരിക്കുന്ന വേദഗ്രന്ഥമോതുക. അവന്റെ വചനങ്ങളെ ഭേദഗതി ചെയ്യുന്ന ആരുമില്ല. അവനല്ലാതെ ഒരു അഭയസ്ഥാനം താങ്കൾ കാണുകയുമില്ല. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. തങ്ങളുടെ റബ്ബിന്റെ സംതൃപ്തിയെ ഉദ്ദേശിച്ചവരായി രാവിലെയും വൈകുന്നേരവും എല്ലാ സമയവും അവനെ ആരാധിക്കുന്നവരോടൊപ്പം താങ്കൾ ഒതുങ്ങി നിൽക്കുക. ഐഹിക ജീവിതത്തിന്റെ അലങ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് അവരിൽ നിന്ന് താങ്കളുടെ ദൃഷ്ടികൾ വിട്ടുപോകരുത്. നമ്മുടെ സ്മരണയെ വിട്ട് ആരുടെ ഹൃദയത്തെ നാം അശ്രദ്ധമാക്കുകയും തന്റെ തന്നിഷ്ടത്തെ അവൻ പിന്തുടരുകയും തന്റെ കാര്യം അതിരുവിട്ടതാവുകയും ചെയ്തിട്ടുണ്ടോ അവനെ താങ്കൾ അനുസരിക്കരുത്. وَقُلِ الْحَقُّ مِنْ رَبِّكُمْ فَمَنْ شَاءَ فَلْيُؤْمِنْ وَمَنْ شَاءَ فَلْيَكْفُرْ إِنَّا أَعْتَدْنَا لِلظَّالِمِينَ نَارًا أَحَاطَ بِهِمْ سُرَادِقُهَا وَإِنْ يَسْتَغِيثُوا يُغَاثُوا بِمَاءٍ كَالْمُهْلِ يَشْوِي الْوُجُوهَ بئس الشراب وساءت مرتفقا. താങ്കൾ പറയുക, ഈ ഖുർആൻ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സത്യമാണ്. അതിനാൽ ഉദ്ദേശിക്കുന്നവർ വിശ്വസിച്ചു കൊള്ളട്ടെ. തീർച്ചയായും അക്രമികൾക്ക് വേണ്ടി നാം ഒരുതരം അഗ്നി, നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടാരം എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവരെ വലയം ചെയ്തിരിക്കും. അവർ വെള്ളത്തിനപേക്ഷിക്കുന്ന പക്ഷം ലോഹദ്രാവകം പോലെയുള്ള ഒരു വെള്ളം കൊണ്ടവർ സഹായിക്കപ്പെടും. അത് അവരുടെ മുഖങ്ങളെ വേവിച്ചു കളയും. അതെത്ര ചീത്ത പാനീയം! ആ നരകം എത്ര ദുഷിച്ച വിശ്രമസ്ഥലം! ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമലാ. തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ വിജയികളാണ്. കാരണം പ്രവർത്തനം നന്നാക്കിയവരുടെ പ്രതിഫലം നാം ഒരിക്കലും പാഴാക്കി കളയുകയില്ല തന്നെ. ഉലൈക ലഹും ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാറു യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബ് ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. അവരാകട്ടെ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശാശ്വത താമസത്തിനുള്ള ആരാമങ്ങൾ, സ്വർഗങ്ങൾ അവർക്കുള്ളതാണ്. അവർക്കവിടെ സ്വർണവളകൾ അണിയിക്കപ്പെടും. നേർത്ത പട്ടിലും തടിച്ച പട്ടിലും നിന്നുള്ള പച്ച വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നതുമാണ്. അവരവിടെ അലങ്കരിക്കപ്പെട്ട ചാരുകട്ടിലുകളിൽ ചാരിക്കൊണ്ടിരിക്കും. അതെത്ര നല്ല പ്രതിഫലം! ആ സ്വർഗം എത്ര നല്ല വിശ്രമസ്ഥലം! واضرب لهم مثلا الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا. നബിയെ, താങ്കൾ അവർക്കൊരു ഉപമ, രണ്ട് പുരുഷന്മാരെ വിവരിച്ചു കൊടുക്കുക. അവരിൽ ഒരാൾക്ക് നാം 2 മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അവ രണ്ടിനെയും ഈത്തപ്പന വൃക്ഷങ്ങൾ കൊണ്ട് വലയം ചെയ്തു. അവ രണ്ടിനുമിടയിൽ കൃഷിയുമുണ്ടാക്കി കൊടുത്തു.
كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا. ആ രണ്ട് തോട്ടങ്ങളും അതിന്റെ ഫലങ്ങൾ ശരിയായി നൽകി വന്നു, അതിലവ ഒരു കുറവും വരുത്തിയില്ല. ആ രണ്ട് തോട്ടങ്ങൾക്കിടയിൽ നാം ഒരു നദി കീറിക്കൊടുക്കുകയുമുണ്ടായി. وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا. അവന് വേറെയും പല സമ്പത്തുമുണ്ടായിരുന്നു. അങ്ങനെ അവർ തന്റെ സ്നേഹിതനോട് വാഗ്വാദം നടത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെക്കാൾ അധികം സ്വത്തും കൂടുതൽ സംഘബലവുമുള്ളവനാകുന്നു. ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا. അവൻ തന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചവനായിക്കൊണ്ട് തന്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. അവൻ പറഞ്ഞു, ഈ തോട്ടം ഒരിക്കലും നശിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. അന്ത്യനാൾ ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ എന്റെ റബ്ബിലേക്ക് മടക്കപ്പെട്ടാൽ തന്നെ തീർച്ചയായും ഇതിനേക്കാൾ നല്ല വാസസ്ഥലം എനിക്കവിടെ ലഭിക്കുന്നതാണ്. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. അവന്റെ കൂട്ടുകാരൻ മറുപടിയായി ചോദിച്ചു, മണ്ണിൽ നിന്നും പിന്നീട് ശുക്ലബിന്ദുവിൽ നിന്നും നിന്നെ സൃഷ്ടിക്കുകയും പിന്നീട് നിന്നെയൊരു പൂർണ്ണ മനുഷ്യനാക്കി രൂപപ്പെടുത്തുകയും ചെയ്തവനായ അല്ലാഹുവിനെ നീ നിഷേധിക്കുകയാണോ? لكن هو الله ربي ولا أشرك بربي أحدا. എന്നാൽ അവൻ അല്ലാഹു എന്റെ റബ്ബാണ് എന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. എന്റെ റബ്ബിനോട് ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا. നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ ഇതെല്ലാം അല്ലാഹു ഉദ്ദേശിച്ചതാണ്, അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു ശക്തിയുമില്ല എന്നെന്തുകൊണ്ട് നീ പറഞ്ഞില്ല? നിന്നേക്കാൾ ധനവും സന്താനങ്ങളും കുറഞ്ഞവനായി എന്നെ നീ കാണുന്നുവെങ്കിൽ. فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا. നിന്റെ തോട്ടത്തെക്കാൾ ഏറ്റവും നല്ലത് എന്റെ റബ്ബ് എനിക്ക് നൽകുവാനും നിന്റെ തോട്ടത്തിന്മേൽ ആകാശത്ത് നിന്നൊരു ശിക്ഷ അവൻ അയക്കുവാനും അങ്ങനെ അത് വഴുതുന്ന മണ്ണായി തീരുവാനും സാധ്യതയുണ്ട്. أو يصبح ماؤها غورا فلن تستطيع له طلبا. അല്ലെങ്കിൽ അതിലെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്തേക്കാം, അപ്പോൾ അത് തേടിപ്പിടിക്കാൻ നിനക്ക് കഴിയുകയില്ല തന്നെ. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا. അവന്റെ സ്വത്തുകൾ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അതിൽ ചെലവിറക്കിയതിനെക്കുറിച്ച് ദുഃഖിച്ചു. അവൻ രണ്ട് കൈകളും മലർത്തുന്നവനായി, തോട്ടങ്ങളാവട്ടെ അവയുടെ പന്തലോടുകൂടി വീണടിഞ്ഞു കിടക്കുകയാണ്. എന്റെ റബ്ബിനോട് മറ്റാരെയും ഞാൻ പങ്കുചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ പറയുന്നവനുമായി. وَلَمْ تَكُنْ لَهُ فِئَةٌ يَنصُرُونَهُ مِنْ دُونِ اللَّهِ وَمَا كَانَ مُنْتَصِرًا.
അള്ളാഹുവിനെ കൂടാതെ അവനെ സഹായിക്കുന്നൊരു പാർട്ടിയും അവനുണ്ടായില്ല. അവൻ സ്വയം സഹായം നേടുന്നവനായതുമില്ല. هنالك الولاية لله الحق هو خير ثوابا وخير عقبا. അവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ സത്യമായ അള്ളാഹുവിനുള്ളതാണ് സഹായം. അവൻ ഏറ്റവും നല്ല പ്രതിഫലം നൽകുന്നവനും ഏറ്റവും ഉത്തമമായ പര്യവസാനം കൈവരുത്തി കൊടുക്കുന്നവനുമാകുന്നു. واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. ഐഹിക ജീവിതത്തിന്റെ ഉപമ താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കുക. അത് നാം ആകാശത്തു നിന്നിറക്കിയ മഴ പോലെയാണ്. എന്നിട്ട് അതുമൂലം ഭൂമിയിലെ സസ്യങ്ങൾ ഇടതിങ്ങി വളർന്നു. അങ്ങനെ അത് കാറ്റുകൾ പാറ്റിക്കളയുന്ന തുരുമ്പായി തീർന്നു. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. സ്വത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. അവശേഷിക്കുന്ന സൽക്കാര്യങ്ങൾ താങ്കളുടെ രക്ഷിതാവിൽ ഉത്തമ പ്രതിഫലമുള്ളതും നല്ല പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതുമാകുന്നു. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. പർവ്വതങ്ങളെ സ്വസ്ഥാനങ്ങളിൽ നിന്ന് നാം ചലിപ്പിക്കുകയും ഭൂമിയെ വെളിപ്പെട്ടതായി സമനിരപ്പായി താങ്കൾ കാണുകയും അവരെ മനുഷ്യരെ നാം ഒരുമിച്ചു കൂട്ടുകയും അങ്ങനെ അവരിലൊരാളെയും വിട്ടുകളയാതിരിക്കുകയും ചെയ്യുന്ന ദിവസം ഓർക്കുക. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا. തങ്ങളുടെ റബ്ബിന്റെ സന്നിധിയിൽ അവർ അണിയായി നിർത്തപ്പെടുന്നതാണ്. അന്ന് അള്ളാഹു അവരോട് പറയും, ഒന്നാം തവണ നിങ്ങളെ നാം സൃഷ്ടിച്ചതുപോലെ തന്നെ നിങ്ങളിതാ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊരു നിശ്ചിത സമയം നിങ്ങൾക്ക് നാം ഒരുക്കി വെക്കുകയില്ലെന്ന് നിങ്ങൾ വാദിച്ചു. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ഓരോരുത്തരുടെയും കൈകളിൽ അവരുടെ നന്മതിന്മകൾ എഴുതപ്പെട്ട ഗ്രന്ഥം നൽകപ്പെടും. അപ്പോൾ അതിലുള്ളതിനെക്കുറിച്ച് കുറ്റവാളികൾ ഭയപ്പെടുന്നവരായി താങ്കൾക്ക് കാണാം. അവർ പറയും, ഹാ ഞങ്ങളുടെ നാശമേ, ഈ ഗ്രന്ഥത്തിന് എന്തായിപ്പോയി? ചെറുതും വലുതുമായ ഒന്നും തന്നെ കണിശമായി രേഖപ്പെടുത്താതെ ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. തങ്ങൾ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അതെല്ലാം അവിടെ ഹാജരായതായി അവർ കാണുന്നതാണ്. താങ്കളുടെ റബ്ബ് ആരോടും അനീതി പ്രവർത്തിക്കുകയില്ല. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ كَانَ مِنَ الْجِنِّ فَفَسَقَ عَنْ أَمْرِ رَبِّهِ أَفَتَتَّخِذُونَهُ وَذُرِّيَّتَهُ أَوْلِيَاءَ مِنْ دُونِي وَهُمْ لَكُمْ عَدُوٌّ بِئْسَ لِلظَّالِمِينَ بَدَلًا. നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുകയെന്ന് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. അപ്പോൾ അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു. തന്നിമിത്തം അവൻ തന്റെ റബ്ബിന്റെ കൽപ്പന ധിക്കരിച്ചു കളഞ്ഞു. എന്നിരിക്കെ എന്നെ വിട്ട് അവനെയും അവന്റെ സന്താനങ്ങളെയും അവർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കെ നിങ്ങൾ മിത്രങ്ങളായി വെക്കുകയാണോ? അക്രമികൾക്ക് പകരം കിട്ടിയത് വളരെ ചീത്ത തന്നെ. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم
ولا خلق أنفسهم وما كنت متخذ المضلين عضدا. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനാകട്ടെ അവരെ തന്നെ സൃഷ്ടിക്കുന്നതിനാകട്ടെ ഞാൻ അവരെ സാക്ഷി നിർത്തിയിട്ടില്ല. വഴിതെറ്റിക്കുന്നവരെ സഹായികളായി ഞാൻ സ്വീകരിക്കാറുമില്ല. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. എനിക്കുണ്ടെന്ന് നിങ്ങൾ വാദിച്ചിരുന്ന എന്റെ പങ്കുകാരെ വിളിച്ചുകൊള്ളുക എന്ന് അല്ലാഹു അക്രമികളോട് പറയുന്ന ദിവസം ഓർക്കുക. അപ്പോൾ ഇവർ അവരെ വിളിക്കുന്നതാണ്, എന്നാൽ അവർ ഇവർക്കുത്തരം ചെയ്യുന്നതല്ല. നാം അവർക്കിടയിൽ ഒരു അപകടസ്ഥലം ഏർപ്പെടുത്തുകയും ചെയ്യും. وَرَأَى الْمُجْرِمُونَ النَّارَ فَظَنُّوا أَنَّهُمْ مُوَاقِعُوهَا وَلَمْ يَجِدُوا عَنْهَا مَصْرِفًا. കുറ്റവാളികൾ നരകത്തെ നേരിൽ കാണുന്നതാണ്. അപ്പോൾ തങ്ങളതിൽ വീഴുക തന്നെ ചെയ്യുമെന്നവർ മനസ്സിലാക്കും. അതിൽ നിന്ന് തിരിഞ്ഞു പോകാൻ ഒരു മാർഗവും അവർ കാണുന്നതല്ല. وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ وَكَانَ الْإِنسَانُ أَكْثَرَ شَيْءٍ جَدَلًا. തീർച്ചയായും ഈ ഖുർആനിൽ ജനങ്ങൾക്ക് വേണ്ടി എല്ലാതരം ഉപമകളും വിവിധ രൂപത്തിൽ നാം വിവരിച്ചിട്ടുണ്ട്. മനുഷ്യനിലുള്ള തർക്ക സ്വഭാവം മറ്റ് കാര്യങ്ങളെക്കാൾ ഏറ്റവും അധികമായതാണ്. وَمَا مَنَعَ النَّاسَ أَن يُؤْمِنُوا إِذْ جَاءَهُمُ الْهُدَى وَيَسْتَغْفِرُوا رَبَّهُمْ إِلَّا أَن تَأْتِيَهُمْ سُنَّةُ الْأَوَّلِينَ أَوْ يَأْتِيَهُمُ الْعَذَابُ قُبُلًا. തങ്ങൾക്ക് മാർഗദർശനം വന്നു കിട്ടിയപ്പോൾ അതിൽ വിശ്വസിക്കുകയും തങ്ങളുടെ റബ്ബിനോട് മാപ്പിനപേക്ഷിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുന്നത് പൂർവികരിലെടുത്ത നടപടി താങ്കൾക്കും വന്നെത്തുകയോ അല്ലെങ്കിൽ ശിക്ഷ തങ്ങളുടെ മുമ്പിൽ വന്ന് കാണുകയോ ചെയ്യണമെന്ന തങ്ങളുടെ ആവശ്യം അത് മാത്രമാണ്. وَمَا نُرْسِلُ الْمُرْسَلِينَ إِلَّا مُبَشِّرِينَ وَمُنذِرِينَ وَيُجَادِلُ الَّذِينَ كَفَرُوا بِالْبَاطِلِ لِيُدْحِضُوا بِهِ الْحَقَّ وَاتَّخَذُوا آيَاتِي وَمَا أُنذِرُوا هُزُوًا. സന്തോഷം അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ടല്ലാതെ ദൂതന്മാരെ നാം അയക്കാറില്ല. സത്യത്തെ തകർത്തുകളയാനായി മിഥ്യവാദവും കൊണ്ട് സത്യനിഷേധികൾ തർക്കിക്കുകയാണ്. എന്റെ ദൃഷ്ടാന്തങ്ങളെയും അവർക്ക് നൽകപ്പെട്ട താക്കീതിനെയും അവർ പരിഹാസപാത്രമാക്കുകയും ചെയ്തിരിക്കുന്നു. وَمَنْ أَظْلَمُ مِمَّنْ ذُكِّرَ بِآيَاتِ رَبِّهِ فَأَعْرَضَ عَنْهَا وَنَسِيَ مَا قَدَّمَتْ يَدَاهُ إِنَّا جَعَلْنَا عَلَى قُلُوبِهِمْ أَكِنَّةً أَن يَفْقَهُوهُ وَفِي آذَانِهِمْ وَقْرًا وَإِن تَدْعُهُمْ إِلَى الْهُدَى فَلَن يَهْتَدُوا إِذًا أَبَدًا. തന്റെ റബ്ബിന്റെ വചനങ്ങൾ കൊണ്ട് ഉത്ബോധനം ചെയ്യപ്പെട്ടിട്ട് അവയെ അവഗണിച്ചു തിരിഞ്ഞുകളയുകയും തന്റെ രണ്ട് കരങ്ങൾ മുമ്പ് ചെയ്തത് വിസ്മരിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? തീർച്ചയായും ഖുർആൻ ഗ്രഹിക്കാതിരിക്കേണ്ടതിനായി അവരുടെ ഹൃദയങ്ങൾക്കുമേൽ ചില മൂടികളും അവരുടെ കാതുകളിൽ ഒരുതരം ബധിരതയും നാം ആക്കിയിരിക്കുന്നു. താങ്കൾ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ അവർ അങ്ങനെയിരിക്കെ ഒരിക്കലും സന്മാർഗം സ്വീകരിക്കുകയില്ല തന്നെ. وَرَبُّكَ الْغَفُورُ ذُو الرَّحْمَةِ لَوْ يُؤَاخِذُهُم بِمَا كَسَبُوا لَعَجَّلَ لَهُمُ الْعَذَابَ بَل لَّهُم مَّوْعِدٌ لَّن يَجِدُوا مِن دُونِهِ مَوْئِلًا. താങ്കളുടെ റബ്ബ് വളരെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അവർ ചെയ്ത തെറ്റുകൾക്ക് അവരെ പിടിച്ചു ശിക്ഷിക്കുന്ന പക്ഷം അവൻ പെട്ടെന്ന് തന്നെ അവരുടെ നേരെ ശിക്ഷ അയക്കുമായിരുന്നു. പക്ഷേ അവർക്കൊരു നിശ്ചിത അവധിയുണ്ട്. അതിനെ വിട്ട് യാതൊരു അഭയസ്ഥാനവും അവർക്ക് ലഭിക്കുന്നതേയല്ല. وَتِلْكَ الْقُرَى أَهْلَكْنَاهُمْ لَمَّا ظَلَمُوا وَجَعَلْنَا لِمَهْلِكِهِم مَّوْعِدًا.
ആ നാട്ടുകാർ അക്രമം പ്രവർത്തിച്ചപ്പോൾ അവരെ നാം നശിപ്പിച്ചു കളഞ്ഞു. ഇനി അവരുടെ നാശത്തിന് നാം ഒരു അവധി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقُبًا. രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് എത്തുകയോ ഈ വിഷയസംബന്ധമായി ദീർഘകാലം സഞ്ചരിക്കുകയോ ചെയ്യുന്നതുവരെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മൂസ നബി തന്റെ യുവാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. فَلَمَّا بَلَغَا مَجْمَعَ بَيْنِهِمَا نَسِيَا حُوتَهُمَا فَاتَّخَذَ سَبِيلَهُ فِي الْبَحْرِ سَرَبًا. എന്നിട്ട് അത് രണ്ടും കൂടിച്ചേരുന്ന സ്ഥലത്തവർ എത്തിയപ്പോൾ തങ്ങളുടെ മത്സ്യത്തെ മറന്നുപോയി. അങ്ങനെ അത് സമുദ്രത്തിൽ തന്റെ മാർഗം ഒരു മാളം പോലെ ആക്കി. فَلَمَّا جَاوَزَا قَالَ لِفَتَاهُ آتِنَا غَدَاءَنَا لَقَدْ لَقِينَا مِنْ سَفَرِنَا هَذَا نَصَبًا. എന്നിട്ട് അവർ രണ്ടുപേരും ആ സ്ഥലം വിട്ട് കടന്നപ്പോൾ മൂസാ നബി തന്റെ യുവാവിനോട് പറഞ്ഞു, നമ്മുടെ പ്രാതൽ കൊണ്ടുവരൂ, ഈ യാത്ര മൂലം നാം വളരെ ക്ഷീണിതരാവുക തന്നെ ചെയ്തിരിക്കുന്നു. قَالَ أَرَأَيْتَ إِذْ أَوَيْنَا إِلَى الصَّخْرَةِ فَإِنِّي نَسِيتُ الْحُوتَ وَمَا أَنسَانِيهُ إِلَّا الشَّيْطَانُ أَنْ أَذْكُرَهُ وَاتَّخَذَ سَبِيلَهُ فِي الْبَحْرِ عَجَبًا. അയാൾ പറഞ്ഞു, അങ്ങ് ശ്രദ്ധിക്കുക, നാം പാറക്കല്ലിലേക്ക് ചെന്നു ചേർന്നപ്പോൾ തത്സമയം ആ മത്സ്യത്തെക്കുറിച്ച് ഞാൻ മറന്നുപോകുക തന്നെ ചെയ്തു. അത് താങ്കളോട് പറയുന്നതിനെ എന്നെ മറപ്പിച്ചത് പിശാച് തന്നെയാണ്. ആ മത്സ്യം എന്തു ചെയ്തെന്നല്ലേ? അത് സമുദ്രത്തിൽ തന്റെ മാർഗം അത്ഭുതകരമാക്കി. قَالَ ذَلِكَ مَا كُنَّا نَبْغِ فَارْتَدَّا عَلَى آثَارِهِمَا قَصَصًا. അദ്ദേഹം പറഞ്ഞു, അത് തന്നെയാണ് നാം അന്വേഷിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും തങ്ങളുടെ കാൽപ്പാടുകൾ നോക്കി പിന്നോട്ട് മടങ്ങി. فَوَجَدَا عَبْدًا مِّنْ عِبَادِنَا آتَيْنَاهُ رَحْمَةً مِّنْ عِندِنَا وَعَلَّمْنَاهُ مِن لَّدُنَّا عِلْمًا. അപ്പോൾ നമ്മുടെ ദാസന്മാരിൽ ഒരാളെ അവർ കണ്ടു. അദ്ദേഹത്തിന് നമ്മുടെ പക്കൽ നിന്ന് അനുഗ്രഹം നൽകുകയും പ്രത്യേക ജ്ഞാനം നാം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. قَالَ لَهُ مُوسَى هَلْ أَتَّبِعُكَ عَلَى أَن تُعَلِّمَنِ مِمَّا عُلِّمْتَ رُشْدًا. മൂസാ നബി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന് എനിക്ക് സന്മാർഗജ്ഞാനം പഠിപ്പിച്ചു തരുമെന്ന വ്യവസ്ഥയിൽ ഞാൻ താങ്കളെ അനുഗമിക്കട്ടെയോ? قَالَ إِنَّكَ لَن تَسْتَطِيعَ مَعِيَ صَبْرًا. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും എന്റെ കൂടെ ക്ഷമിച്ചു നിൽക്കുവാൻ താങ്കൾക്ക് കഴിയുകയില്ല തന്നെ. وَكَيْفَ تَصْبِرُ عَلَى مَا لَمْ تُحِطْ بِهِ خُبْرًا. താങ്കൾ ശരിക്ക് ഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി എങ്ങനെ ക്ഷമിക്കും? قَالَ سَتَجِدُنِي إِن شَاءَ اللَّهُ صَابِرًا وَلَا أَعْصِي لَكَ أَمْرًا. മൂസാ നബി മറുപടി നൽകി, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ ക്ഷമിക്കുന്നവനായി താങ്കൾക്ക് എന്നെ കാണാം. ഞാൻ താങ്കളുടെ ഒരു കൽപ്പനയ്ക്കും എതിര് പ്രവർത്തിക്കുന്നതല്ല. قَالَ فَإِنِ اتَّبَعْتَنِي فَلَا تَسْأَلْنِي عَن شَيْءٍ حَتَّى أُحْدِثَ لَكَ مِنْهُ ذِكْرًا. അദ്ദേഹം ഖിളിർ പറഞ്ഞു, എന്നാൽ താങ്കൾ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും ഞാൻ അതിനെപ്പറ്റി താങ്കൾക്ക് പറഞ്ഞു തരുന്നതുവരെ എന്നോട് ചോദ്യം ചെയ്യരുത്. فَانطَلَقَا حَتَّى إِذَا رَكِبَا فِي السَّفِينَةِ خَرَقَهَا قَالَ أَخَرَقْتَهَا لِتُغْرِقَ أَهْلَهَا لَقَدْ جِئْتَ شَيْئًا إِمْرًا. അങ്ങനെ അവർ രണ്ടാളും പോയി. എന്നിട്ടൊരു കപ്പലിൽ കയറിയപ്പോൾ അദ്ദേഹം ഖിളിർ അതിനെ ഓട്ടപ്പെടുത്തി. മൂസാ നബി ചോദിച്ചു, ഇതിലെ യാത്രക്കാരെ മുക്കിക്കളയുവാനായി താങ്കൾ ഇതിനെ ഓട്ടപ്പെടുത്തുകയാണോ? തീർച്ചയായും അപായകരമായ ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത്. قَالَ أَلَمْ أَقُلْ إِنَّكَ لَن تَسْتَطِيعَ مَعِيَ صَبْرًا.
അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ ക്ഷമിച്ചിരിക്കാൻ താങ്കൾക്ക് കഴിയുകയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. മൂസാ നബി പ്രതികരിച്ചു, ഞാൻ മറന്നു. ചോദിച്ചു, പോയതുകൊണ്ട് താങ്കൾ എന്നെ ശിക്ഷിക്കരുത്. എന്റെ കാര്യത്തിലൊരു പ്രയാസം എന്നോട് താങ്കൾ നിർബന്ധിക്കുകയും അരുത്. فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا. എന്നിട്ട് അവർ രണ്ടുപേരും പോയി. അങ്ങനെ അവർ ഒരു ബാലനെ കണ്ടുമുട്ടുകയും ഉടനെ അവനെ അദ്ദേഹം കൊന്നുകളയുകയും ചെയ്തപ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, നിർദോഷിയായ ഒരാളെ മറ്റൊരാൾക്ക് പകരമായിട്ടല്ലാതെ താങ്കൾ കൊലപ്പെടുത്തിയോ? തീർച്ചയായും ആക്ഷേപകരമായൊരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത്. قال ألم أقل لك إنك لن تستطيع معي صبرا. അദ്ദേഹം പറഞ്ഞു, താങ്കളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കൂടെ ക്ഷമിച്ചിരിക്കാൻ തീർച്ചയായും താങ്കൾക്ക് കഴിയുകയേയില്ലെന്ന്. قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا. അദ്ദേഹം മൂസാ നബി പറഞ്ഞു, ഇതിനുശേഷം വല്ല കാര്യത്തെപ്പറ്റിയും ഞാൻ ചോദിക്കുന്ന പക്ഷം താങ്കൾ ഞാനുമായി സഹവസിക്കേണ്ടതില്ല. തീർച്ചയായും എന്നിൽ നിന്നു തന്നെ ഈ സഹവാസം അവസാനിപ്പിക്കാൻ താങ്കൾക്ക് ഒഴിവ് കഴിവ് കിട്ടിക്കഴിഞ്ഞുവല്ലോ. فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا. അവർ രണ്ടുപേരും പിന്നെയും പോയി. അങ്ങനെ ഒരു നാട്ടുകാരുടെ അടുത്ത് ചെന്നപ്പോൾ നാട്ടുകാരോട് ഇവരിരുവരും ഭക്ഷണം ആവശ്യപ്പെട്ടു. പക്ഷേ ഇവരെ സൽക്കരിക്കാൻ അവർ വിസമ്മതിച്ചു. അങ്ങനെ അവിടെ പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മതിൽ ഇവർ കണ്ടു. അദ്ദേഹം അത് നേരെയാക്കി. മൂസാ നബി പറഞ്ഞു, താങ്കൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിന് വല്ല പ്രതിഫലം നിശ്ചയിച്ചു വാങ്ങാമായിരുന്നു. قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا. അദ്ദേഹം പറഞ്ഞു, ഇത് നാം തമ്മിലുള്ള വേർപാടാണ്. താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളുടെ ഉദ്ദേശം ഇനി ഞാൻ താങ്കൾക്ക് വിവരിച്ചു തരാം. أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. ആ കപ്പൽ സമുദ്രത്തിൽ ജോലി ചെയ്യുന്ന ചില സാധുക്കളുടേതായിരുന്നു. അതിനാൽ ഞാനത് കേടുവരുത്താൻ ഉദ്ദേശിച്ചു. എന്തുകൊണ്ടെന്നാൽ അവരുടെ മുന്നിൽ എല്ലാ നല്ല കപ്പലുകളും അക്രമമായി പിടിച്ചെടുക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. എന്നാൽ ആ ബാലനാകട്ടെ അവന്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നു. അവരെ അതിക്രമത്തിനും സത്യനിഷേധത്തിനും അവൻ നിർബന്ധിക്കുമെന്ന് നാം ഭയപ്പെട്ടു. فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. അതിനാൽ അവനേക്കാൾ പരിശുദ്ധിയിൽ ഉത്തമനും ദയയിൽ അടുപ്പമുള്ളവനുമായ ഒരു സന്തതിയെ ആ രണ്ടുപേർക്കും അവരുടെ റബ്ബ് പകരം നൽകണമെന്ന് നാം ഉദ്ദേശിച്ചു. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا
أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تسطع عليه صبرا. ആ മതിലാകട്ടെ അന്നാട്ടിലെ 2 അനാഥ കുട്ടികളുടേതായിരുന്നു. അതിന്റെ ചുവട്ടിൽ അവരിരുവർക്കുമുള്ള ഒരു നിക്ഷേപമുണ്ട്. അവരുടെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു. അതിനാൽ ഇരുവരും യൗവനം പ്രാപിക്കുകയും നിക്ഷേപം പുറത്തെടുക്കുകയും ചെയ്യണമെന്ന് താങ്കളുടെ റബ്ബ് ഉദ്ദേശിച്ചു. താങ്കളുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹം മൂലമാണ്. എന്റെ അഭിപ്രായമനുസരിച്ചല്ല ഞാനിതൊന്നും ചെയ്തിട്ടുള്ളത്. താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളുടെ ഉത്സാരമാണിത്. وَيَسْأَلُونَكَ عَنْ ذِي الْقَرْنَيْنِ قُلْ سَأَتْلُو عَلَيْكُمْ مِنْهُ ذِكْرًا. ദുൽഖർനൈനിയെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. പറയുക, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ചില വിവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാം. إِنَّا مَكَّنَّا لَهُ فِي الْأَرْضِ وَآتَيْنَاهُ مِنْ كُلِّ شَيْءٍ سَبَبًا. തീർച്ചയായും ഭൂമിയിൽ നാം അദ്ദേഹത്തിന് സ്വാധീനം നൽകി ആവശ്യമായ എല്ലാ കാര്യത്തിനും മാർഗം ശരിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا. അതനുസരിച്ച് അദ്ദേഹം പടിഞ്ഞാറോട്ടുള്ള ഒരു മാർഗത്തിൽ പ്രവേശിച്ചു. അങ്ങനെ സൂര്യാസ്തമന സ്ഥലത്ത് എത്തിയപ്പോൾ കറുത്ത ചെളിമണ്ണ് നിറഞ്ഞൊരു ജലാശയത്തിൽ അത് അസ്തമിക്കുന്നതായി അദ്ദേഹം കണ്ടു. അവിടെ ഒരു ജനതയെയും അദ്ദേഹം കാണുകയുണ്ടായി. നാം പറഞ്ഞു, ഓ ദുൽഖർനൈൻ, ഇവരെ ഒന്നുകിൽ താങ്കൾ ശിക്ഷിക്കുക, അല്ലെങ്കിൽ ഇവരിൽ ഒരു നല്ല നില കൈക്കൊള്ളുക. قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا. അദ്ദേഹം പറഞ്ഞു, ആര് അക്രമം പ്രവർത്തിച്ചുവോ അവനെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. പിന്നീട് തന്റെ റബ്ബിലേക്ക് അവൻ മടക്കപ്പെടും. അപ്പോൾ അവനെ കഠിനമായി റബ്ബ് ശിക്ഷിക്കും. وَأَمَّا مَنْ آمَنَ وَعَمِلَ صَالِحًا فَلَهُ جَزَاءً الْحُسْنَى وَسَنَقُولُ لَهُ مِنْ أَمْرِنَا يُسْرًا. എന്നാൽ ആര് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നുവോ അവന് ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുന്നതാണ്. മാത്രമല്ല എളുപ്പമുള്ള കൽപ്പനകൾ അവന് നാം നൽകുന്നതുമാണ്. ثُمَّ أَتْبَعَ سَبَبًا. പിന്നീട് അദ്ദേഹം മറ്റൊരു മാർഗം പിന്തുടർന്നു. حَتَّى إِذَا بَلَغَ مَطْلِعَ الشَّمْسِ وَجَدَهَا تَطْلُعُ عَلَى قَوْمٍ لَّمْ نَجْعَل لَّهُم مِّن دُونِهَا سِتْرًا. അങ്ങനെ സൂര്യോദയ സ്ഥാനത്ത് എത്തിയപ്പോൾ അതൊരു ജനതയുടെ മേൽ ഉദിക്കുന്നതായി അദ്ദേഹം കണ്ടു. അവർക്കതിൽ നിന്ന് യാതൊരു മറയും നാം ഉണ്ടാക്കി വെച്ചിട്ടില്ല. كَذَلِكَ وَقَدْ أَحَطْنَا بِمَا لَدَيْهِ خُبْرًا. ദുൽഖർനൈനിയുടെ കാര്യം നാം പറഞ്ഞതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പക്കലുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്ക് പരിപൂർണമായ അറിവുണ്ട്. ثُمَّ أَتْبَعَ سَبَبًا. അദ്ദേഹം പിന്നെയും മറ്റൊരു മാർഗത്തിൽ പ്രവേശിച്ചു. حَتَّى إِذَا بَلَغَ بَيْنَ السَّدَّيْنِ وَجَدَ مِن دُونِهِمَا قَوْمًا لَّا يَكَادُونَ يَفْقَهُونَ قَوْلًا. അങ്ങനെ 2 പർവ്വതങ്ങൾക്കിടയിലെത്തിയപ്പോൾ അതിനടുത്തായി ഒരു ജനതയെ അദ്ദേഹം കാണുകയുണ്ടായി. ദുൽഖർനൈനിയും കൂട്ടുകാരും പറയുന്ന വാക്ക് അവർ ഗ്രഹിക്കുമാറായിരുന്നില്ല. قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا. അവർ പറഞ്ഞു, ഓ ദുൽഖർനൈൻ, തീർച്ചയായും യൗജൂജും മൗജൂജും ഈ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ്. അതിനാൽ ഞങ്ങൾക്കും അവർക്കുമിടയിൽ ഒരു മതിൽക്കെട്ട് സ്ഥാപിച്ചു തരണമെന്ന വ്യവസ്ഥയിൽ താങ്കൾക്ക് ഞങ്ങളൊരു വലിയ പ്രതിഫലം നിശ്ചയിച്ചു തരട്ടെയോ?
قال ما مكني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما. അദ്ദേഹം മറുപടി നൽകി, എന്റെ റബ്ബ് എനിക്ക് ഏതൊന്നിൽ സ്വാധീന ശക്തി നൽകിയിട്ടുണ്ടോ അതാണ് നിങ്ങൾ തരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്. എന്നാൽ ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുക. നിങ്ങൾക്കും അവർക്കുമിടയിൽ ശക്തമായൊരു മതിൽക്കെട്ട് ഞാൻ നിർമ്മിച്ചു തരാം. آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. എനിക്ക് നിങ്ങൾ ഇരുമ്പ് കഷണങ്ങൾ കൊണ്ടുവന്ന് തരിക. അങ്ങനെ രണ്ട് മലകൾക്കിടയിൽ ആ കെട്ട് അവയോട് സമമായി ഉയർന്നപ്പോൾ നിങ്ങൾ ഊതുക എന്ന് അദ്ദേഹം കൽപ്പിച്ചു. അങ്ങനെ അത് തീയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ചെമ്പ് ദ്രാവകം കൊണ്ടുവരിക, എന്നിട്ട് ഞാനത് ഇതിന്മേലൊഴിക്കാം. പിന്നീടത് കയറിമറിയാൻ അവർക്ക് യഅജൂജ് മഅജൂജിന് കഴിഞ്ഞില്ല. അതിന് ദ്വാരമുണ്ടാക്കുവാൻ അവർക്ക് സാധ്യമായതുമില്ല. قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا. അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ റബ്ബിൽ നിന്നുള്ള മഹത്തായ അനുഗ്രഹമാകുന്നു. ഇനി റബ്ബിന്റെ നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ അവനത് തകർത്ത് നിരപ്പാക്കും. എന്റെ റബ്ബിന്റെ നിശ്ചയം സത്യമായിരിക്കുന്നതാണ്. وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا. അന്ന് നാം അവരിൽ ചിലരെ മറ്റു ചിലരിൽ അലമറിയുന്നവരാക്കും. കാഹളത്തിൽ ഊതപ്പെടുകയും അപ്പോൾ അവരെയെല്ലാം നാം ഒരുമിച്ച് കൂട്ടുന്നതുമാണ്. وعرضنا جهنم يومئذ للكافرين عرضا. അന്ന് സത്യനിഷേധികളുടെ മുന്നിൽ നരകത്തെ നാം ശരിക്ക് വെളിപ്പെടുത്തി കൊടുക്കും. الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا. അതായത് എന്റെ ബോധനത്തെ സംബന്ധിച്ച ഉൾക്കാഴ്ച മൂടിയിൽ അകപ്പെടുകയും കേൾക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തിരുന്നവർക്ക്. أفحسب الذين كفروا أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا. എനിക്ക് പുറമേ എന്റെ ദാസന്മാരെ റബ്ബുകൾ രക്ഷിതാക്കൾ ആക്കാമെന്ന് സത്യനിഷേധികൾ കരുതുന്നുണ്ടോ? തീർച്ചയായും സത്യനിഷേധികൾക്ക് നരകത്തെ ഒരു സൽക്കാരമാക്കി നാം ഒരുക്കി വെച്ചിരിക്കുന്നു. قل هل ننبئكم بالأخسرين أعمالا. പറയുക, പ്രവർത്തന ഫലം തികച്ചും നഷ്ടപ്പെട്ടവരെ കുറിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. അതായത് ഐഹിക ജീവിതത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പിഴച്ചുപോയിട്ടുള്ളവർ അവരാകട്ടെ തങ്ങൾ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. അവർ തങ്ങളുടെ റബ്ബിന്റെ ലക്ഷ്യങ്ങളെയും അവനുമായി കണ്ടുമുട്ടുന്നതിനെയും നിഷേധിച്ചവരാണ്. തന്നിമിത്തം അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു. അതുകൊണ്ട് അന്ത്യനാളിൽ അവർക്ക് നാം യാതൊരു ഫലപ്രദമായ തൂക്കവും നിർത്തുകയില്ല. ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. അത് അവരുടെ പ്രതിഫലം നരകമാണ് എന്നത് അവർ സത്യം നിഷേധിക്കുകയും എന്റെ ദൃഷ്ടാന്തങ്ങളെയും എന്റെ ദൂതന്മാരെയും പരിഹാസപാത്രമാക്കുകയും ചെയ്തത് നിമിത്തമാണ്.
إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا. തീർച്ചയായും സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാവട്ടെ അവർക്ക് ഫിർദൌസ് എന്ന സ്വർഗ്ഗങ്ങൾ സൽക്കാരമായി ലഭിക്കുന്നതാണ്. خالدين فيها لا يبغون عنها حولا. അതിലവർ നിരന്തര നിവാസികളാകുന്നു, അവിടെ നിന്ന് വിട്ടുപോകുവാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. താങ്കൾ പറയുക, എന്റെ റബ്ബിന്റെ വിജ്ഞാന വചനങ്ങൾ എഴുതുവാനായി സമുദ്ര വെള്ളം മഷിയാവുകയും അതിന്റെ അത്ര തന്നെ മറ്റു സമുദ്രവെള്ളം നാം സഹായമായി കൊണ്ടുവരികയും ചെയ്തിരുന്നാലും എന്റെ റബ്ബിന്റെ വചനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പായി സമുദ്രം തീർന്നു പോകുക തന്നെ ചെയ്യും. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. താങ്കൾ പറയുക, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹ് മാത്രമാണെന്ന് എനിക്ക് ബോധനം നൽകപ്പെടുന്നു. അതുകൊണ്ട് ആരെങ്കിലും തന്റെ റബ്ബുമായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം ചെയ്തുകൊള്ളട്ടെ. തന്റെ റബ്ബിനെ ആരാധിക്കുന്നതിൽ മറ്റാരെയും അവൻ പങ്കുചേർക്കാതെയുമിരിക്കട്ടെ.